നമുക്ക് തെരഞ്ഞെടുപ്പ് വിശകലനത്തിനായി മൂന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എവിടെ വരെയായി എന്ന് നോക്കാൻ ശരത് കെ ശശിയിലേക്ക് പോകാം. ഗുഡ് ഈവനിംഗ് ശരത് കെ ശശി. മൂന്നാം ഘട്ടത്തിൽ പ്രമുഖർക്കൊക്കെ ചങ്കിടിപ്പ് കൂട്ടുന്ന മണ്ഡലങ്ങളുണ്ട്, എന്നാൽ സേഫ് ആയിട്ടുള്ള മണ്ഡലങ്ങളുമുണ്ട്. എങ്ങനെയാണ് മൂന്നാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഈ മണിക്കൂറിൽ പൊതുവിലുള്ള കണക്കുകൂട്ടലുകൾ? എത്രത്തോളം വാശിയുണ്ട് മൂന്നാം ഘട്ടത്തിന്? ഒന്നും രണ്ടും ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവേശം പ്രതിഫലിച്ചത്, അതേ രീതിയിൽ തന്നെയാണ് മൂന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 94 മണ്ഡലങ്ങളിലും നല്ല ഒരു ആവേശം നിറഞ്ഞ പ്രചാരണം തന്നെയായിരുന്നു നടന്നത്. 94 മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ ഒരു സാഹചര്യം മുന്നിലുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രതിസന്ധി, അത്തരത്തിൽ പോളിംഗ് ശതമാനം കുറയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും NDAയുടെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ഭാഗത്തു നിന്നും പ്രത്യേകമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ആകെ 94 സീറ്റുകളിൽ 72 സീറ്റുകളും വിജയിച്ചത് BJP ആയിരുന്നു. 4 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. മറ്റ് ചെറു പാർട്ടികളും ഒക്കെ തന്നെ ബാക്കി സീറ്റുകളിലും വിജയിക്കുകയും ചെയ്തു. ഇതാണ് 2019 സാഹചര്യം. ഈ 2019 2014 2009 കണക്കുകൾ പരിശോധിച്ചാൽ ഈ 94 സീറ്റുകളിൽ ഏകദേശം 47 സീറ്റുകളും പരമ്പരാഗതമായി ഒരു പാർട്ടി തന്നെ വിജയിക്കുന്ന സാഹചര്യം. അതായത് കഴിഞ്ഞ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലും ഈ 94 സീറ്റുകളിൽ 47 ഒരേ പാർട്ടി തന്നെയാണ് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ 47-ൽ 42 സീറ്റുകളും പരമ്പരാഗതമായി BJP വിജയിച്ചു വരുന്ന സീറ്റുകളാണ്. അതുപോലെ തന്നെ 5 സീറ്റുകളുടെ കാര്യത്തിൽ അത് മറ്റു പാർട്ടികളും. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പകുതിയിലേറെ സീറ്റുകൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു എന്ന ആത്മവിശ്വാസം അവർക്ക് ഉണ്ട്. ആ ആത്മവിശ്വാസവുമായി തന്നെയാണ് അവർ മൂന്നാം ഘട്ടം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നത്. മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കപ്പെടുന്ന 2 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗുജറാത്തും അതുപോലെ തന്നെ കർണാടകയുമാണ്. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ളത് ഈ 2 സംസ്ഥാനങ്ങളിലാണ്. ഗുജറാത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 2 തവണയും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP 26 സീറ്റുകളും തൂത്തുവാരുന്ന സാഹചര്യം. അതുകൊണ്ട് BJP ഇത്തവണ അവിടെ ഹാട്രിക്ക് നേടുമോ എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കപ്പെടുന്ന ചോദ്യം. ഇത്തവണ BJPയെ നേരിടുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിച്ചുകൊണ്ടാണ്. അത് ഏതെങ്കിലും തരത്തിൽ BJPയുടെ പ്രതീക്ഷകളെ ബാധിക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. BJPയുടെ 400 എന്ന മാന്ത്രിക സംഖ്യ കടക്കണമെങ്കിൽ ഗുജറാത്തിൽ അവർക്ക് സീറ്റുകൾ തൂത്തുവാരണം. ആ ഒരു സവിശേഷത ഗുജറാത്തിൻ്റെ കാര്യത്തിൽ ഉണ്ട്. ഇനി കർണാടകയിലേക്ക് വരികയാണെങ്കിൽ കർണാടകയിൽ 14 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 26-ന് പൂർത്തിയായി. ഇനിയുള്ള 14 സീറ്റുകൾ എന്ന് പറയുന്നത് കർണാടകയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിലൂന്നി ചർച്ചകളൊക്കെ തന്നെ മറ്റ് ദേശീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾക്കും അപ്പുറത്തേക്ക് പ്രജ്വൽ രേവണ്ണ എന്ന ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ 1-2 ആഴ്ചയായി മുന്നോട്ട് പോയത്. അത് തീർച്ചയായും എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്നതാണ്. ഒന്നാം ഘട്ടത്തിൽ തന്നെ NDA ക്യാമ്പിന് വലിയ ഒരു അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായി ഉയർന്ന ലൈംഗിക അതിക്രമ കേസ്. തീർച്ചയായും രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൽ BJP കൂടുതൽ പ്രതിസന്ധിയിലാകുന്നതിന് കാരണമെന്ന് പറയുന്നത് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 14 സീറ്റുകളിലും മത്സരിക്കുന്നത് BJP ആണ്. നേരത്തെ ആദ്യ ലാപ്പിൽ ഉണ്ടായിരുന്ന 14 സീറ്റുകളിൽ 3 സീറ്റുകൾ JDS ആയിരുന്നു മത്സരിച്ചത്. അതുകൊണ്ട് JDSന് തിരിച്ചടിക്കുള്ള സാധ്യതയായിരുന്നു കൂടുതൽ പ്രവചിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. BJP തന്നെ മത്സരിക്കുന്ന 14 സീറ്റുകൾ. കഴിഞ്ഞ തവണ 14 സീറ്റുകളും BJP വിജയിച്ചിരുന്നു കർണാടകയിൽ. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ അവർക്ക് എങ്ങനെ പ്രതിരോധിക്കാനാകുന്നു എന്നുള്ള ചോദ്യം മുന്നിലുണ്ട്. അതുപോലെ തന്നെ കർണാടക സർക്കാർ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും പോളിംഗ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ അവയർനെസ് ക്യാമ്പയിൻ, ബോധവൽക്കരണ ക്യാമ്പയിൻ കുറെ കൂടി ശക്തമായി നടത്തിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ ഈ കഴിഞ്ഞ 1-2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാര്യമായി EVMന് തകരാറുകളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മറ്റെന്തെങ്കിലും കാരണമായിരിക്കും പോളിംഗ് കുറയാൻ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. ഓക്കെ, ശരത് കെ ശശിയാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ആകത്തുകയായി ഇപ്പോൾ ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിച്ചത്.